ഹായ് ഗൈസ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സൃഷ്ടി ചൗധരി എഴുതിയ ലലൻ സ്വീറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂമായിട്ടാണ്. അപ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് വളരെ ലൈറ്റും കംഫർട്ടിങ്ങും അതേപോലെ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിങ്സും തരുന്ന ഒരു പുസ്തകമാണ് ഈ ലലൻ സ്വീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ സ്റ്റോറി ഇവരെ പ്ലേസ് ചെയ്തിരിക്കുന്ന 1995 കാലഘട്ടത്തിലാണ്. അതിൽ സിയാക്ക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് കടയാണ് ഈ ലലൻ സ്വീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലലൻ സ്വീറ്റ്സ് നോക്കി നടത്തുന്ന ലാലാജി എന്ന് പറയുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളാണ് താരയും രോഹിത്തും മോഹിത്തും. ഓക്കെ, ഇത് കഥയിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ ലലൻ സ്വീറ്റ്സ് ആർക്കാണ് ഇൻഹെറിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അതിന് ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ലല്ലാജി ഇവർക്കൊരു ക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ് ലഡു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഡുവിൻ്റെ അകത്ത് ലല്ലാജി ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മാജിക് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ക്വസ്റ്റ്. അത് കണ്ടുപിടിക്കാനായിട്ട് താരയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടുള്ള നിക്കും അതേപോലെ രോഹിത്തും മോഹിത്തും നടത്തുന്ന യാത്രയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ നമ്മുടെ ഉസ്താദ് ഹോട്ടലാണ് എനിക്ക് ഓർമ്മ വന്നത്, ആ ഫിലിമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, അവരിങ്ങനെ ഈ യാത്രയിലൂടെ അവർ നേടി പഠിക്കുന്ന പാഠങ്ങൾ, അവർ കാണുന്ന ആൾക്കാരുകൾ, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ തുടക്കമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എനിക്ക് ഈ പുസ്തകത്തിൻ്റെ അവസാന പാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളതുണ്ടല്ലോ, അതിലേക്ക് എത്തിക്കാനായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത പോലെ, ആ ഒരു നാച്ചുറൽ ഫ്ലോ പോകുന്ന പോലെ എനിക്ക് തോന്നി. ഒരു കണക്ഷൻ ഇല്ലായ്മ എനിക്ക് തോന്നി. അതൊക്കെ ഒഴിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ബോളിവുഡ് ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഇതേപോലെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് തരുന്ന പുസ്തകങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു വണ്ടർഫുൾ ഓപ്ഷൻ തന്നെയാണ് ഈ ലലൻ സ്വീറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം താര എന്ന് പറയുന്ന പെൺകുട്ടി തന്നെയാണ്. അപ്പോൾ താര എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ യങ് ആയിട്ടുള്ള, ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരു പെൺകുട്ടി. അവളിങ്ങനെ ട്രഡീഷണൽ ഫാമിലിയുടെ ഇടയ്ക്കും അവളുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഇടയിലും കുടുങ്ങിപ്പോയൊരു പെൺകുട്ടിയാണ്. അവളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത്, അതൊക്കെ മനോഹരമായിട്ട് ഇതിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ബേസിക്കലി ഒത്തിരി ഇഷ്ടപ്പെട്ടു താര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ. സോ ലലൻ സ്വീറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ക്യാരക്ടർ ഡ്രിവൺ ആണ്, അതുപോലെ നൊസ്റ്റാൾജിക് റീഡാണ്, ഫാമിലി സെൻട്രിക് ആണ്, ഒരു ഫാമിലി ഡ്രാമയാണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫുൾ പാക്കേജാണ്. അപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ലലൻ സ്വീറ്റ്സ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് വായിച്ച് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. അതുവരെ മറ്റൊരു പുസ്തകമായിട്ട് വരുന്നത് വരെ ബൈ.